നമ്മളുടെ തോട്ടത്തിലെ വാഴകൾക്കൊക്കെ നമ്മളൊരു പുഴുക്കേട് പോലെ കാണുന്നുണ്ട്, കണ്ടില്ലേ? നമ്മളെ ഇലകൾ വരുന്നതെല്ലാം ഒരു പുഴു കടിച്ച പോലെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പ്രതിവിധി ഉള്ളത് നമുക്ക് മരുന്നടിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു വാഴയ്ക്ക് കൊലച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് കാണാം. നമ്മുടെ വാഴ കൊല വന്നിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ കൊല വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മരുന്നടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വാഴയുടെ പുഴുക്കേടിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ടാറ്റയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള റീവ 5 ആണ്. ഇത് നമുക്ക് 250 ml ആണ് വരുന്നത് ഈ ബോട്ടിൽ. ഈ 250 ml നമുക്ക് 500 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഇന്ന് 20 ലിറ്ററാണ്. അപ്പോൾ തന്നെ നമുക്ക് 20 ml ആണ് നമ്മളിതിൽ നിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. വാഴകളെല്ലാം ഏതാണ്ട് 5 മാസത്തോളം വളർച്ച വന്നിട്ടുണ്ട്. ഇത്രയും വലിയ വാഴകൾക്ക് നമുക്ക് മരുന്നടിക്കാൻ നമ്മളൊരു ആധുനിക രീതിയിൽ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാർ വാഷിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പരീക്ഷണം നടത്തി നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ കാർ വാഷാണ്, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് തോട്ടത്തിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ഹൈറ്റിൽ വേണമെങ്കിലും പോകുന്നൊരു കാർ വാഷാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് വാഴകളിൽ മരുന്ന് പ്രയോഗിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ മുൻകരുതലുകൾ എടുക്കണം. അതിന് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഖം ശ്വാസത്തിലേക്ക് കയറാതിരിക്കാൻ മൂക്ക് എന്നിവ മറയ്ക്കുന്ന രീതിയിലുള്ള കർച്ചീഫോ അല്ലെങ്കിൽ മാസ്കോ ഉപയോഗിക്കണം. പിന്നെ എപ്പോഴും മരുന്ന് കലക്കുമ്പോൾ നമ്മളൊരു കയ്യുറ ഉപയോഗിക്കേണ്ടതാണ്. കയ്യുറ അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവറായാലും മതി. നമ്മളിതിൽ അളവുണ്ട്, ഇതിന് 20 ml നമുക്കിതിൽ നിന്ന് അളന്നെടുക്കാൻ പറ്റും. ഇതിൻ്റെ മൂടിയോടൊപ്പം നമുക്ക് അളവിൻ്റെ ഒരു ഗ്ലാസും തന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ 20 ml നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരുന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, അത് നന്നായി ഇളക്കണം. അതൊരു മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു വെള്ള കളറിലാണ് ഉണ്ടാവുക. അത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കയ്യോറ ഉപയോഗിക്കുക.